ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് എങ്ങനെയാണ് വീട്ടിൽ റിമൂവ് ചെയ്യുക എന്നതാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഹെയർസ് ഉണ്ടാവുന്നത് വെറും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില ആളുകൾക്ക് അപ്പർ ലിപ്പിലുണ്ടാവും, ചിന്നിലുണ്ടാവും, ചീക്കിലുണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഹെയർ റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് സ്കിൻ കെയർ ഞാൻ എൻ്റെ ഫേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് എൻ്റെ സ്കിന്നായിട്ട് സിങ്ക് ആവാനും അതുപോലെ എൻ്റെ മേക്കപ്പ് ഒന്ന് ഫ്ലോലെസ് ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ 2 വീക്സ് കൂടുമ്പോൾ ഇതുപോലെ ഒരു റേസർ വെച്ചിട്ട് എൻ്റെ ഫേസിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ടെക്നിക്സ് ഉണ്ട്. അതായത് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ തന്നെ ഒരുപാട് ടെക്നിക്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നാമത്തെ കാര്യം വാക്സിങ് എടുക്കാം. വാക്സിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ഒന്നുകൂടെ സെൻസിറ്റീവ് ആക്കും. മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ പിന്നെയുള്ളൊരു വഴിയാണ് നമ്മളെ ഈ വീറ്റ് പോലെയുള്ള ക്രീമുകൾ. ഇതുപോലുള്ള ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ സ്കിന്നിൻ്റെ ബാരിയർ ഇത് നശിപ്പിക്കും. ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്ട്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മളെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും, ഇറിറ്റേറ്റഡ് ആവും, പിന്നെ കുറേ കഷ്ടപ്പാടാണ്. പിന്നെയുള്ളൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസറാണ്. ലേസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് നിങ്ങൾ തപ്പുന്നതുണ്ടെങ്കിൽ ലേസർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ മാർക്കറ്റിൽ ഇങ്ങനെ പൗഡേഴ്സൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ അതും സേഫ് അല്ല. നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ടെക്നിക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഈ 2 സാധനങ്ങളാണ് യൂസ് ചെയ്യാറ്. ഒന്ന് അലോവേര ജെല്ല്, ദെൻ ഫേഷ്യൽ റേസർ. എന്നാൽ നമ്പർ 1 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡ്രൈ ഷേവ് ചെയ്യാൻ പാടില്ല. അതിനാണ് ഇതുപോലെ അലോവേര ജെല്ലോ അല്ലെങ്കിൽ കുക്കുംബർ ജെല്ലോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ മോയ്സ്ചറൈസറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു റേസർ വാങ്ങുക. ഇത് കണ്ടോ, ഇത് വന്നിട്ടൊരു സിഗ്സാഗ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒരിക്കലും മുറിയത്തില്ല. അത് മാത്രമല്ല ഒരു ഗ്രിപ്പും കിട്ടും. അപ്പോൾ പിന്നെ കുറേ ആളുകൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ, കൂടുമോ, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ ഒരിക്കലും കൂടത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ കൂടുകയാണെങ്കിൽ എനിക്കിപ്പോൾ താടിയും മീശയൊക്കെ വന്നുകൊണ്ട് ഞാനിപ്പോൾ കാട്ടാളനെ പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോവാം. ഫസ്റ്റ് കുറച്ച് അലോവേര എടുക്കണം. ഇത് പിൽഗ്രിമിൻ്റെ കേട്ടോ. അങ്ങനെ ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. കാരണം എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇടാറുണ്ട്. കാരണം എൻ്റെ ഒരു ആത്മസംതൃപ്തി. എന്നിട്ട് നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ എടുക്കണം കേട്ടോ. ഇനി ചെയ്യാൻ പോവാട്. എനിക്കങ്ങനെ ഒരുപാട് ഹെയർ ഒന്നുമില്ല. പക്ഷേ കുട്ടി കുട്ടി ഹെയർ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അത് എടുത്ത് കാണും. കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. മീശ വന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ കളിയാക്കും, ഈ മീശയും വെച്ചാണോ നടക്കുന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിലൊന്നും നാണക്കേടൊന്നും വേണ്ട കേട്ടോ. വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഫേസിൽ ഹെയർ വരിക എന്നുള്ളത്. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുക. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മിറർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ത്രെഡിങ് ചെയ്യാറേ ഇല്ല. പകരം ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐബ്രോസും ഷേപ്പ് ചെയ്യാറുള്ളത്.
അപ്പോൾ ആർക്കും പേടി വേണ്ട, ഇനി കാട് പോലെ രോമം വരുമോ അങ്ങനെയുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. അങ്ങനെ വരുവാണെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ നശിച്ചേനെ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യും. ഇത് നമ്മൾ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമാക്കി എടുത്താൽ നമ്മൾ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. പിന്നെ നമ്മൾ സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ നമ്മളെ സ്കിന്നായിട്ട് നന്നായിട്ടൊന്ന് മെർജ് ആവുന്ന പോലെ തോന്നും കേട്ടോ. തോന്നലല്ല, ശരിക്കും ആവും. അപ്പം ഞാനിതാ എൻ്റെ ഫേഷ്യൽ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കുഞ്ഞി കുഞ്ഞി ബ്രൗൺ കളർ ഹെയർസാണ്. അപ്പോൾ ഞാനൊരു ജെൻറ്റിൽ ഫേസ് വാഷ് ഇട്ടിട്ട് എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആസ്റ്റജൻറ്റ്. ഇതെല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നല്ലതാട്ടോ ചെയ്യുന്നത്. ഇത് കുറച്ച് കോട്ടണിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിമ്പിൾസ് ഒന്നും വരാതെ ഇത് നമ്മളെ രക്ഷിച്ചോളും. നല്ല തണുപ്പാട്ടോ ഇതിന്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയൂറിൻ്റെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ.